എന്നാൽ ഇതൊക്കെ മാത്രമാണോ കാരണങ്ങൾ? അത്ര സത്യസന്ധരാണോ നമ്മൾ രാഷ്ട്രീയക്കാർ? സത്യസന്ധരാണെങ്കിൽ അവർ രാഷ്ട്രീയക്കാരാവില്ല. രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർ സത്യസന്ധരാവാനും സാധ്യത കുറവാണ്. ഹലോ, അപ്പൊ നമ്മൾ വൺ നേഷൻ വൺ ഇലക്ഷനിലേക്ക് ഒരു ചുവടുകൂടി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് പ്രസിഡന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. 2029 മുതൽ ലോക്സഭ നിയമസഭ ഇലക്ഷനുകൾ ഒരുമിച്ച് നടക്കും. അതിന് 100 ദിവസത്തിനുള്ളിൽ ലോക്കൽ ബോഡികളിലേക്കുള്ള ഇലക്ഷൻ നടക്കും. അതായത് രാജ്യത്ത് എല്ലാ ഇലക്ഷനും ഒരേ വർഷം തന്നെ നടക്കും. എന്തിനാണ് ഇങ്ങനൊരു സംവിധാനം? എന്താണ് ഇത് ഗവൺമെന്റ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്? അതുകൊണ്ട് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്കോ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? അതോ സത്യസന്ധമായ കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന അനാവശ്യ ദുർവ്യയം തടയുക, മനുഷ്യാധ്വാനം കുറയ്ക്കുക, കൂടുതൽ സമയം ഭരിക്കാനുള്ള കാര്യങ്ങൾക്കായി നീക്കിവെക്കുക, വെൽഫെയർ സ്കീംസ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് കോഡ് ഓഫ് കണ്ടക്ട് ഉള്ളപ്പോൾ വെൽഫെയർ സ്കീംസ് നടപ്പിലാക്കാൻ പറ്റില്ല, അതൊക്കെ അവോയ്ഡ് ചെയ്ത് വെൽഫെയർ സ്കീം നടപ്പിലാക്കുക, അങ്ങനെയൊക്കെയുള്ള സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണോ ഇതിന്റെ പിന്നിൽ? ആ ലക്ഷ്യം വെച്ചുകൊണ്ട് അധികാരത്തിലിരിക്കുന്നവർ ഇങ്ങനൊരു തീരുമാനം നടപ്പിലാക്കുമോ അല്ലെങ്കിൽ ഇങ്ങനൊരു തീരുമാനത്തിന് വേണ്ടി മുൻകൈ എടുക്കുമോ? എന്തൊക്കെയായിരിക്കും അതിന്റെ എക്സാക്ട് റീസൺ ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഇതിന്റെ ചരിത്രം നോക്കിയാൽ നമ്മുടെ രാജ്യത്ത് വൺ നേഷൻ വൺ ഇലക്ഷൻ തന്നെയായിരുന്നു 1951 മുതൽ 1967 വരെ. ഇപ്പൊ അതിലേക്ക് തിരിച്ചു പോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ അത് അത്ര എളുപ്പമല്ല. കാരണം ഭരണഘടനയിൽ പല പ്രൊവിഷൻസും പല ആർട്ടിക്കിളും മാറ്റി എഴുതേണ്ടി വരും, അമെൻഡ്മെന്റ് ചെയ്യേണ്ടി വരും, ഭേദഗതി വരുത്തേണ്ടി വരും. അതായത് ആർട്ടിക്കിൾ 83, ആർട്ടിക്കിൾ 172, 174, ആർട്ടിക്കിൾ 356 ഇതെല്ലാം അമെൻഡ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരും. അതായത് ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ 2029 ലോക്സഭ നിയമസഭ ഇലക്ഷൻസ് ഒരുമിച്ച് നടത്തും. അതിനു മുമ്പ് കാലാവധി പൂർത്തിയാകാത്ത സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ ആ സമയം പിരിച്ചുവിടും. അതിനുശേഷം 5 വർഷത്തേക്കായിരിക്കും 2029 വരുന്ന ഭരണം ഉണ്ടാവുക. അപ്പോ 2029 ഇപ്പൊ 2026 ചില സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ ഉണ്ട്. അവർക്കെല്ലാം 3 വർഷത്തേക്ക് മാത്രമേ, അതായത് കേരളത്തിലടക്കം 2026 ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ വരുന്ന ഭരണത്തിന് 3 വർഷത്തെ കാലാവധി ഉണ്ടാവുകയുള്ളൂ. 2029 ഈ സംസ്ഥാനങ്ങളിലെ ഭരണം പിരിച്ചുവിടപ്പെട്ട് 2029 ലോക്സഭയ്ക്കൊപ്പം ഇലക്ഷൻ നടക്കും. പുതിയ ഭരണം 2029 നിലവിൽ വരും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അതിനുശേഷം 100 ദിവസത്തിനുള്ളിൽ ലോക്കൽ ബോഡിയിലേക്കുള്ള ഇലക്ഷൻസും നടക്കും. അപ്പോൾ ചിലർക്ക് സംശയം തോന്നാൽ ഈ 2029 ഭരണത്തിൽ വരുന്ന സർക്കാർ 5 വർഷം കാലാവധി പൂർത്തിയാക്കിയില്ലെങ്കിൽ എന്തായിരിക്കുമെന്ന്. ആ കാലാവധി പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനുശേഷം ഒരു ഇലക്ഷൻ നടക്കും. അപ്പോൾ ഭരണത്തിൽ വരുന്ന സർക്കാരിന് ശേഷിക്കുന്ന വർഷങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവൂ ഭരണം എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. അതായത് ഇപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് ഒരു സംസ്ഥാനത്ത് ഭരണം ഇല്ലാതാകുന്നത് എങ്കിൽ പിന്നീട് ഇലക്ഷൻ നടത്തി വരുന്ന സർക്കാരിന് 2 വർഷമേ ഭരിക്കാൻ കിട്ടൂ എന്നർത്ഥം. പാർലമെന്റിന്റെ ഒപ്പം, അതായത് പാർലമെന്റിന്റെ ഭരണം എന്നാണോ തീരുന്നത് ആ സമയമായിരിക്കും ഇലക്ഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നത്. അതായത് പാർലമെന്റിനൊപ്പമായിരിക്കും സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ഇലക്ഷനും നടക്കുന്നത് എന്നർത്ഥം. അതായത് ഇനി പാർലമെന്റിലെ ഭരണം 5 വർഷം നീണ്ടു നിന്നില്ലെങ്കിൽ പാർലമെന്റിലെ ഭരണവും 3, 4, 2 വർഷത്തിനുള്ളിൽ തീർന്ന് പുതിയ ഇലക്ഷൻ വേണ്ടി വന്നാൽ അവിടെയും ഭരിക്കാമെന്ന പാർട്ടിക്ക് 3 വർഷത്തേക്കോ അതല്ലെങ്കിൽ ബാക്കി എത്ര വർഷമുണ്ടോ അത്രയും വർഷത്തേക്ക് ഭരണം ഉണ്ടാവൂ എന്ന് സാരം. ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ ഗവൺമെന്റ് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് അമിതമായ ധനവിനിയോഗം കുറയ്ക്കുക. അതായത് ഇലക്ഷൻസ് പലതവണയായിട്ട് നടത്തേണ്ടി വരുമ്പോൾ സെക്യൂരിറ്റി ഫോഴ്സസ് അത്രയും പലതവണയായിട്ട് ഡിപ്ലോയ് ചെയ്യപ്പെടേണ്ടി വരും, ഒഫീഷ്യൽസ് പലതവണയായിട്ട് ഡിപ്ലോയ് ചെയ്യപ്പെടേണ്ടി വരും. അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ട്. അതിനെല്ലാം പണച്ചെലവുണ്ട്. ഒരേ സമയം ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരേ 1-2 മാസത്തിനുള്ളിൽ തന്നെ ഈ ഇലക്ഷൻസ് എല്ലാം നടത്തുകയാണെങ്കിൽ ആ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ പറ്റും എന്നാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി ഇപ്പൊ പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഇതിനു വേണ്ടുന്ന മനുഷ്യാധ്വാനം കുറയ്ക്കാൻ സാധിക്കും. അതായത് ഈ ഒഫീഷ്യൽസിനെ എല്ലാം പല തവണയായിട്ടാണ് ഡിപ്ലോയ് ചെയ്യുന്നത്. അതായത് പല തവണ അവർക്ക് വരേണ്ടി വരുന്നു, പലതവണ വോട്ടിംഗ് കൗണ്ടിങ്ങിന് ഇരിക്കേണ്ടി വരുന്നു. അങ്ങനെ പല പല സന്ദർഭങ്ങളിലായിട്ട് പല പല ഘട്ടങ്ങളിലായിട്ട് അവർക്ക് ജോലിയിൽ ഏർപ്പെടേണ്ടി വരുന്നത് മൂലമുള്ള എക്സ്ട്രാ മനുഷ്യാധ്വാനം ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ ആയി കഴിയുമ്പോൾ കുറയും. മൂന്നാമത്, ഈ ഒരുമിച്ചാണ് ഇലക്ഷൻ എങ്കിൽ വോട്ടേഴ്സ് ടേൺ ഔട്ട് കൂടും, അതായത് വോട്ടിങ്ങിന് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടും എന്നാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം. പലതവണയാവുമ്പോൾ ജനങ്ങൾക്ക് വന്ന് വോട്ട് ചെയ്യാൻ മടുപ്പ് തോന്നാറുണ്ട്. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കുറയുന്നു.
ഈ ഒരു തവണ ഇലക്ഷൻ നടത്തുമ്പോൾ വോട്ടിംഗ് ശതമാനം കൂടും എന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ഇനിയുള്ളൊരു കാരണം, ഈ ഇടയ്ക്കിടെ ഇലക്ഷൻ നടത്തുന്നതുകൊണ്ട് കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരും. അങ്ങനെ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ വെൽഫെയർ സ്കീംസ് ഒന്നും പ്രഖ്യാപിക്കാൻ പറ്റില്ല, ഗവർണൻസിന് സമയം കിട്ടില്ല, അധികാരത്തിൽ ഇരിക്കുന്നവർക്കും പ്രചരണത്തിനും മറ്റും പോകേണ്ടതുള്ളതുകൊണ്ട് വേണ്ട രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ നടക്കാറില്ല. അങ്ങനെയൊക്കെ ഉള്ളത് വൺ നേഷൻ വൺ ഇലക്ഷൻ ആകുമ്പോൾ തടയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇവർ സുപ്രധാനമായിട്ട് പറയുന്നത് കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരുമ്പോൾ വെൽഫെയർ സ്കീം പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. എന്നാൽ ഇതൊക്കെ മാത്രമാണോ കാരണങ്ങൾ? അത്ര സത്യസന്ധരാണോ നമ്മൾ രാഷ്ട്രീയക്കാർ? സത്യസന്ധരാണെങ്കിൽ അവർ രാഷ്ട്രീയക്കാരാവില്ല, രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർ സത്യസന്ധരാവാനും സാധ്യത കുറവാണ്. കുറച്ചൊക്കെ സത്യം പറയുമായിരിക്കും, പക്ഷെ പലപ്പോഴും സത്യം മറച്ചു വയ്ക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്യാറുള്ളത്. കള്ളം എല്ലാവരും പറയുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പലപ്പോഴും സത്യം അവർ മറച്ചു വയ്ക്കാറുണ്ട്. അതുപോലെ ഇതിൽ മറച്ചു വെച്ച ചില സത്യങ്ങൾ എനിക്ക് തോന്നുന്നത്, ഒന്നാമത്തത്, 5 വർഷത്തേക്കാണ് ഒരു ഭരണം നിലവിൽ വരുന്നതെങ്കിൽ, സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും 5 വർഷത്തേക്കാണ് ഭരണമെങ്കിൽ അവർക്ക് 5 വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ കണ്ണിൽ പൊടിയിട്ടാൽ മതി. ബാക്കി 4 വർഷവും അവർക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യാം. അവസാനത്തെ വർഷം മാത്രം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കാനോ ഉള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇടയ്ക്കിടെ ഇലക്ഷൻ വരുമ്പോൾ, നിയമസഭയിലേക്കും മറ്റും ഇടയ്ക്കിടെ ഇലക്ഷൻ വരുമ്പോൾ പല കാര്യങ്ങളിലും അവർക്ക് കൺട്രോൾ വേണ്ടി വരുന്നു. ഉദാഹരണത്തിന് UP-യോ ബീഹാറോ രാജസ്ഥാനോ പോലുള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ ഇവർ പലപ്പോഴും പെട്രോൾ വില കുറയ്ക്കാനും ഗ്യാസിന്റെ വില കുറയ്ക്കാനും മറ്റു ചില തെറ്റായ തീരുമാനങ്ങൾ പിൻവലിക്കാനോ ഒക്കെ നിർബന്ധിതരാകുന്നു. ഈ ഇലക്ഷനെല്ലാം ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ ഈ ഇലക്ഷനെല്ലാം ഒരുമിച്ച് നടത്തുന്നത് പതിയെ പതിയെ സ്വേച്ഛാധികാരത്തിലേക്ക് എത്താൻ സാധ്യത വളരെ കൂടുതലാണ്. അതും ഇപ്പോഴത്തെ ദേശീയ പാർട്ടി അത്തരം ലക്ഷ്യങ്ങൾ, ഗൂഢലക്ഷ്യങ്ങൾ വെച്ചു പുലർത്തുന്നു എന്ന തോന്നൽ പലർക്കും ഉള്ള സ്ഥിതിക്ക് അതിനൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതായത് 2029 ഒരുമിച്ച് ഇലക്ഷൻ നടത്തും. പതിയെ പതിയെ ഇലക്ഷൻ എന്ന പ്രോസസ്സ് തന്നെ ഇല്ലാതാകാൻ വളരെയധികം സാധ്യത ഞാൻ കാണുന്നുണ്ട്. നമുക്കറിയില്ല എങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നതെന്ന്. രാഷ്ട്രീയക്കാരാണ് അവർ എങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വൺ നേഷൻ വൺ ഇലക്ഷനെ പറ്റി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ളത് നല്ല തീരുമാനമാണോ? അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഗുണമുണ്ടോ? ഗവൺമെന്റിനുള്ള ഗുണങ്ങൾ അവിടെ നിൽക്കട്ടെ, നമുക്കെന്തെങ്കിലും ഗുണമുണ്ടോ? രാജ്യത്തിന് എന്തെങ്കിലും ഗുണങ്ങൾ ഉള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതല്ല വേറെ ഏതെങ്കിലും ഗൂഢലക്ഷ്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. താങ്ക് യു. വീണ്ടും കാണാം.